ഭയങ്കര ഒരുക്കമൊക്കെയാണ്. അത് കാണുമ്പോഴത്തേക്കും ചെങ്ങനെ അസൂയൊക്കെ തോന്നുന്നു. അതുകൊണ്ട് തന്നെ നീ ഇതുപോലെ മേക്കപ്പ് ഇടുവാനായിട്ടൊക്കെ പോവുകയാണെങ്കിൽ നിന്റെ വായ്ക്കകത്തും മൂക്കിന്റെ അകത്തും ചെവിക്കകത്തും ഒക്കെ മേക്കപ്പും കയറി പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവളെ കളിയാക്കുന്നു. അങ്ങനെയിരിക്കെ ഞാൻ ചലഞ്ചറുമായിട്ട് ഡേറ്റിന് പോകുവാനായിട്ടൊക്കെയാണ് ഇങ്ങനെ റെഡിയാകുന്നത്. പക്ഷെ നീ എന്തിനാണ് ഇത്രയ്ക്ക് ഒരുങ്ങിയൊക്കെ നിൽക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സു ചെങ്ങിന്റെ അടുത്തേക്ക് സംസാരിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിലും ബോധമുള്ള ആരും നിന്നെ ഡേറ്റിനൊന്നും വിളിക്കുവാനായിട്ട് പോകുന്നില്ല. ആരാണെങ്കിലും എന്നെ ആയിരിക്കും സെലക്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചിങ്ങുമിരിക്കുന്നു. ഇങ്ങനെ പ്രോഗ്രാമിലേക്ക് ചലഞ്ചേഴ്സ് ഒക്കെ വരുമെന്ന് നിനക്ക് നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്നൊക്കെ ലൂവും ഷെന്നിനോട് ചോദിക്കുകയാണ്. പക്ഷേ പ്രോഗ്രാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഞാനും പ്രോഗ്രാമിനെ കുറിച്ച് ഒന്നും തന്നെ ടീമുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് അറിയിക്കുകയുമില്ലായിരുന്നു എന്നൊക്കെയാണ് ഷെൻ പറയുന്നത്. സിയു കുറച്ച് വിഷമത്തിലൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പുതിയ ആളൊക്കെ വന്ന് കഴിയുമ്പോഴത്തേക്കും നീ എന്നെ പറഞ്ഞിട്ട് അയാളുടെ കൂടെ പോകുമോ എന്നൊക്കെ സിയു ചോദിക്കുമ്പോഴത്തേക്കും ഒരിക്കലും അങ്ങനെ ഒന്നും സംഭവിക്കാനേ പോകുന്നില്ല. അല്ലെങ്കിൽ തന്നെ എന്നെ പോലെ ബോറിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ ആര് സ്വീകരിക്കുവാനാണ് എന്നൊക്കെ ക്വിൻ പറയുമ്പോഴത്തേക്കും അതേ എന്നൊരു മറുപടിയൊക്കെ അവനും കൊടുക്കുന്നു. പക്ഷെ പിന്നീടാണ് ഈ അതേ എന്നൊക്കെ ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്നൊക്കെ പറഞ്ഞ് അവളുടെ അടുത്ത് സംസാരിക്കുന്നത്. അവളും ഞാനിപ്പോൾ അയാളെ സെലക്ട് ചെയ്യാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിന്റെ ഒപ്പം കൂടുതൽ ഡേറ്റിനൊക്കെ പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നിച്ച് ഡേറ്റിന് പോയാൽ മതി എന്നൊക്കെ ക്വിന്നും പറയുന്നു. ചെങ്ങിനും സൂയ്ക്കും ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ ഒക്കെ കിട്ടുകയാണ്. അങ്ങനെ ഇരിക്കെ എന്നെ എക്സ് എന്ന ആളാണ് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ ചെങ് പറയുമ്പോഴത്തേക്കും പേര് പറയാതൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്തതെങ്കിൽ അതൊരിക്കലും നിന്നെ ഇഷ്ടപ്പെടുന്ന ആളെ ആയിരിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് സൂവും കളിയാക്കുന്നു. പക്ഷേ സൂവിന്റെ ഇൻവിറ്റേഷനിലും എക്സ് എന്ന് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവൾ നേരത്തെ പറഞ്ഞതൊക്കെ നേരെ മാറ്റി പറയുകയാണ്. നല്ലൊരാൾ ഒരിക്കലും ഫസ്റ്റ് സ്റ്റെപ്പ് ഒന്നും വെക്കുകയില്ല. പെണ്ണുങ്ങൾ വേണം ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ വെക്കുവാൻ. എന്തായാലും ഏറ്റവും നല്ലൊരു മനുഷ്യനാണ് അയാളെന്നൊക്കെ സൂവും പറയുകയാണ്. അത് കേട്ട് ഉടനെ തന്നെ അങ്ങനെയാണെങ്കിൽ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ആള് ഫസ്റ്റ് സ്റ്റെപ്പ് ഒക്കെ വെക്കുവാനായിട്ട് ഞാനും കാത്തിരിക്കാമെന്നൊരു മറുപടിയൊക്കെ ചെങ്ങും കൊടുക്കുന്നു. സിയുനും ക്വിനിനും ഇൻവിറ്റേഷൻ ഒക്കെ കിട്ടുന്നു. ഒടുവിലായിട്ട് ലോവിനെ കിട്ടിയ ഇൻവിറ്റേഷനിലും എക്സ് ആയിരുന്നെങ്കിൽ പോലും പിന്നീട് ഷെന്നിനെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻവിറ്റേഷനിൽ ഒരു ടിക്കൊക്കെ കാണുമ്പോഴത്തേക്കുമാണ് ബാക്കിയുള്ളത് ശരിക്കും എക്സ് എന്നതായിരുന്നില്ല, മറിച്ച് ക്രോസ് എന്ന സിമ്പിൾ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന എന്നുള്ള കാര്യം അവരും മനസ്സിലാക്കുന്നത്. യൂസിയും ഇപ്പോൾ അവരുടെ അടുത്തേക്കൊക്കെ വന്നിരിക്കുകയാണ്. യൂസി വന്നത് ഷെന്നിന് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നീ എന്തിനാണ് ഇപ്പോൾ ഇവിടെ വന്നതെന്നൊക്കെ ഷെൻ ചോദിക്കുമ്പോഴത്തേക്കുമാണ് തന്നെ ഡേറ്റ് ചെയ്യുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്ന ആ ഒരു ചലഞ്ചർ അത് യൂസി ആണെന്നുള്ള കാര്യമൊക്കെ അവളും മനസ്സിലാക്കുന്നത്. നിനക്ക് ഇതുപോലത്തെ ഡേറ്റിംഗ് ഷോസ് ഒന്നും ഇഷ്ടമില്ല എന്നാണല്ലോ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ലു പറയുമ്പോഴത്തേക്കും എനിക്ക് ഡേറ്റിംഗ് ഷോസ് അത്രയ്ക്ക് ഇഷ്ടമില്ലെങ്കിൽ പോലും എനിക്ക് ഷെന്നിനെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാനും ഇതിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ യൂസിയും അറിയിക്കുന്നു. മാത്രമല്ല യൂസി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു എപ്പിസോഡിൽ ഇവർക്ക് ഒരുപാട് വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം യൂസി വരുന്നതൊക്കെ ആണെന്നുമാണ് അവൻ പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഷെന്നിനെയും കൂട്ടിക്കൊണ്ട് ഡേറ്റിനൊക്കെ പോകുവാനായിട്ടായിരുന്നു യൂസി എത്തിയത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ടീം അതിനെ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുമുണ്ട്. ഷെന്നിനും മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവന്റെ ഒപ്പമൊക്കെ പോകേണ്ടതായിട്ട് വരുന്നു. ഡേറ്റിന് പോകുവാനുള്ളവരൊക്കെ പോയല്ലോ, തിരിച്ചു പോയേക്കാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ലു നിൽക്കുമ്പോഴത്തേക്കും ലുവിനെ അങ്ങനെ വിടുവാനായിട്ട് ജിയോ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡേറ്റിന് പോയിട്ടുള്ള ആൾക്കാര് എന്തൊക്കെ കാര്യങ്ങളാണോ സംസാരിക്കുന്നത് അതെല്ലാം തന്നെ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഇതൊക്കെ ലൈവായിട്ട് തന്നെ ലുവും കാണണം. അതാണ് ലുവിന് കൊടുത്തിട്ടുള്ള ഡ്യൂട്ടി. ലുവിന് അവിടെ നിന്നും ഒരിടത്തേക്കും പോകുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ ജിയോയും അറിയിക്കുന്നു. ക്വിനിനെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഇൻവിറ്റേഷനിൽ ക്രോസ് സൈൻ ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പോലും സിയോനുണ്ടായിരുന്നതിൽ ഒരു ടിക്ക് മാർക്ക് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവരുടെ ഡേറ്റിലേക്ക് വന്ന് എത്തുന്നത് സയോ ആണ്. സയോനെ നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. ലൂവിനെ ആദ്യം കാണിച്ച സമയത്ത് റിസോർട്ടിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു അഡ്വക്കേറ്റ് ഉണ്ടായിരുന്നല്ലോ, ആ ഒരു അഡ്വക്കേറ്റ് ആണ് സയോ. മാത്രമല്ല സയോ ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒന്നിച്ച് പഠിച്ചതൊക്കെയാണ്. സയോയും നേരെ ക്വിന്നിന്റെ അടുത്തേക്ക് വന്നിട്ടാണ് സംസാരിക്കുന്നത്. ക്വിന്നും ഒരു അഡ്വക്കേറ്റ് ഒക്കെ ആണല്ലോ, പക്ഷെ അവൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എങ്കിൽ പോലും അവൾ നന്നായി തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അവൾക്ക് ഒരുപാട് സ്കിൽസ് ഒക്കെ ഉണ്ട് എന്നും സയോയും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ വർക്കിനെ കുറിച്ചും മറ്റൊക്കെ സയോ സംസാരിച്ചതിന് ശേഷം നമുക്ക് നാളെ ഡേറ്റിന് പോയാലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ക്വിന്നിനെയാണ് വിളിച്ചുകൊണ്ട് പോകാനായിട്ടൊക്കെ നോക്കുന്നത്. ശരിക്കും സയോനെ വിളിച്ചിട്ടുണ്ടായിരുന്നത് സിയുമായിട്ടുള്ള ഡേറ്റിനൊക്കെ ആയിരുന്നു. എങ്കിൽ പോലും ക്വിൻ തന്റെ കൂടെ ഉള്ളതിൽ തനിക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നും ക്വിൻ ഉണ്ടെന്നൊക്കെ അറിഞ്ഞത് കൊണ്ടാണ് താനും ഇതിലൊക്കെ പങ്കെടുത്തതെന്നുമാണ് അവളും പറയുന്നത്. അങ്ങനെ ഇരിക്കെ അവൾ ക്വിനിനെയും കൂട്ടിക്കൊണ്ടൊക്കെ പോകുവാനായിട്ട് നോക്കുമ്പോഴത്തേക്കുമാണ് വെളിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്ന ചെക്കിനെയും സൂവിനെയും അവൾ കാണുന്നത്. നീ ഈ പ്രോഗ്രാമിനൊക്കെ വന്നിട്ട് എന്തുകൊണ്ടാണ് എന്നെ സെലക്ട് ചെയ്യാതെ സിയുനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ ചെങ് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ രണ്ടുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിയുന്റെ കൂടെയാണ് ഡേറ്റിന് പോകുന്നതെങ്കിലും അതിനുശേഷം എനിക്ക് നീയുമായിട്ടാണ് ഡേറ്റിംഗ് ഒക്കെ ഉള്ളതെന്ന് സയോയും അറിയിക്കുന്നു.
ചെങ്ങും ലൂവിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ ടീമിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോഴാണ് ഷെന്നും യൂസിയും കൂടി ഡേറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നല്ലോ. അതെല്ലാം തന്നെ ലൂവിനെ നേരിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ലൂ ഇവിടെ ഇരിക്കുന്നതെന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഡേറ്റിംഗ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്നുമൊക്കെ ടീമും അവരോട് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും ലൂ കാണുന്ന അതേ ദൃശ്യങ്ങളൊക്കെ കാണുവാനായിട്ടും പോകുന്നു. ഷെന്നും യൂസിയും കൂടി പോയിട്ടുണ്ടായിരുന്നത് അമ്പൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്തായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളും അതൊക്കെ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും യൂസിയും എനിക്ക് അമ്പ ചെയ്യുവാനായിട്ടൊന്നും അറിയിക്കില്ല. അതുകൊണ്ട് തന്നെ നീ വേണം എനിക്കതൊക്കെ പഠിപ്പിച്ച് തരുവാനെന്നൊക്കെ പറയുന്നു. യൂസിക്ക് അമ്പ ചെയ്യുവാനായിട്ട് അറിയാമെങ്കിലും ഇല്ല എങ്കിലും അവനെ പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് ഷെൻ നിൽക്കുമ്പോഴത്തേക്കും യൂസിയും ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പരാതിയായിട്ടൊക്കെ ടീമിന്റെ അടുത്തും പറയുന്നു. സോ ടീമും അവനെ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാനായിട്ട് പറയുന്നത് കൊണ്ട് തന്നെ അതെല്ലാം തന്നെ ഷെന്നിനും പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടൊക്കെ വരികയാണ്. ഇതെല്ലാം തന്നെ ലൂവും കാണുന്നു. നീ എന്നെ ഒരിക്കലും ഒരു ചലഞ്ചറായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന കാര്യമൊക്കെ എനിക്കറിയാം. എങ്കിൽ പോലും ഞാൻ നിന്റെ ഫ്രണ്ട് അല്ലേ. സോ എനിക്ക് നിന്റെ അടുത്ത് യാതൊരു വിധത്തിലുള്ള മോശമായിട്ടുള്ള ഉദ്ദേശങ്ങളുമില്ല. നീ ഈ ഷോന്റെ പ്രൊഡ്യൂസറൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ നിനക്ക് ഷോയിനെ കുറിച്ച് കൂടുതലായിട്ടൊക്കെ അറിയാമല്ലോ. ഒരിക്കലും നിങ്ങൾ തമ്മിൽ ശരിക്കും സ്നേഹത്തിലാണെങ്കിൽ മറ്റൊരാൾക്ക് വന്നിട്ട് നിങ്ങളെ പിരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. സോ എനിക്കും അതിന് കഴിയുകയില്ല എന്ന രീതിക്കൊക്കെ നീയും എന്നെ കണ്ടാൽ മതി. പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത് പ്രേക്ഷകർക്ക് എരിവും പുളിയുമുള്ള എന്തെങ്കിലുമൊക്കെ കൊടുക്കണമല്ലോ. അതുകൊണ്ട് മാത്രമാണ്. സോ നീയും എന്റെ അടുത്ത് മര്യാദയ്ക്കൊക്കെ പെരുമാറണമെന്നൊക്കെ യൂസി പറയുമ്പോഴത്തേക്കും ഞാൻ എന്റെ ഈ ഒരു ഷോയൊക്കെ റിയൽ ആയിട്ട് നടത്തുവാനായിട്ട് ആഗ്രഹിച്ചതാണ്. അതല്ലാതെ ഡ്രാമാറ്റിക് ആകുവാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. നീ വരുന്നത് വഴി അതൊക്കെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നതെന്നൊക്കെ ഷൻ അറിയിക്കുമ്പോഴത്തേക്കും നീയും ലൂ ഒരുപാട് വർഷമായിട്ടൊക്കെ അകന്നിരുന്നവരല്ലേ. അങ്ങനെ ഇരിക്കെ നിങ്ങൾ പെട്ടെന്ന് ഒന്നിക്കുമ്പോഴത്തേക്കുമാണ് അത് കൂടുതൽ ഡ്രാമാറ്റിക് ഒക്കെ ആകുന്നത്. നിനക്ക് പുതിയൊരു തുടക്കമൊക്കെ വേണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ലൂവിനെ മാറ്റി നിർത്തിക്കാണ് നീ ചെയ്യേണ്ടതെന്നൊക്കെ യൂസിയും പറയുന്നു. ലൂ ഇതൊക്കെ കണ്ടോണ്ടിരുന്നത് കൊണ്ട് തന്നെ നിനക്ക് ഷെന്നിനെ നഷ്ടപ്പെടുമെന്നൊക്കെ നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ ജിയോയും ഇപ്പോൾ ലൂവിന്റെ അടുത്തും ചോദിക്കുന്നു. എനിക്കൊരിക്കലും അങ്ങനെ ഒന്നും തന്നെ തോന്നുന്നില്ല. ജർമ്മനിയിലൊക്കെ ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അവർ ഒന്നിച്ചായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവർക്ക് ശരിക്കും ഒന്നിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേ ഒന്നിച്ചേനെ. എന്നിട്ട് പോലും അവർ ഒന്നിക്കാതിരുന്നത് കൊണ്ട് തന്നെ ഇനിയും അവർ ഒന്നിക്കുവാനായിട്ടൊന്നും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കോൺഫിഡൻസിലൊക്കെ ആയിരുന്നു ലൂ ഉണ്ടായിരുന്നത്. ഞാനെങ്ങാനും ആയിരുന്നു ഷെന്നിന്റെ സ്ഥാനത്തെങ്കിൽ ഞാനും യൂസിനെ ആയിരിക്കും തിരഞ്ഞെടുക്കുക എന്നൊക്കെ സു പറയുമ്പോഴത്തേക്കും ഞാനെങ്ങാനും ആയിരുന്നു ഷെന്നിന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ലൂന മാത്രമേ സെലക്ട് ചെയ്യുകയുള്ളായിരുന്നു എന്നുമൊക്കെ ചെങ്ങും പറയുന്നു. സോ അവർ രണ്ടുപേരും ഇതുപോലെ രണ്ട് പക്ഷത്തൊക്കെ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. സയോയും ടീമിനെയൊക്കെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത് ഒരു ബുക്ക് സ്റ്റോറിലേക്കൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ അവിടെ ഉണ്ടായിരുന്ന എൻട്രൻസിന്റെ ഒരു ടെക്സ്റ്റ് ഒക്കെ കാണുമ്പോഴത്തേക്കും ഇത് കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകളൊക്കെയാണ് ഉണ്ടാവുക എന്നൊക്കെ സയോയും പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പോസ്റ്റിലുണ്ടായിരുന്നത് നിനക്ക് നീ ജീവിക്കുവാനായിട്ട് 8 വർഷം മാത്രമേ ഉള്ളൂ എങ്കിൽ നീ എന്തായിരിക്കും അതിൽ ചെയ്യുക എന്ന ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു. സായു അങ്ങനെ പറയുമ്പോഴത്തേക്കും അതിന്റെ മറുപടി സിയുവും പറയുകയാണ്. അതിന്റെ മറുപടി ആ ടെക്സ്റ്റിന്റെ തന്നെ പേരായിരുന്നു. ടെക്സ്റ്റില് 5 വർഷത്തെ എൻട്രൻസ് എക്സാമിനെ കുറിച്ചും അതുപോലെ തന്നെ 3 വർഷത്തെ ടെസ്റ്റിനെ കുറിച്ചുമൊക്കെ ആയിരുന്നു എഴുതിയിട്ടുമുണ്ടായിരുന്നത്. സോ ഇതൊക്കെ ചെയ്യുമെന്നതായിരുന്നു അതിന്റെ മറുപടി. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നീയും ഈ ടെക്സ്റ്റിന്റെ കോപ്പിയൊക്കെ എനിക്ക് തന്നതായിട്ട് ഓർക്കുന്നുണ്ടോ എന്നൊക്കെ സയോയും സിയുവിന്റെ അടുത്തൊക്കെ ചോദിക്കുന്നു. പണ്ട് ഇതേ ടെക്സ്റ്റ് തന്നെ ആയിരുന്നല്ലോ കിന്നിനും അവൻ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അവളും അത് ഒരുപാട് സൂക്ഷിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. സിയു എനിക്ക് മാത്രമായിട്ടായിരിക്കും ആ ടെക്സ്റ്റ് നൽകിയതെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും അതൊക്കെ കിട്ടിയെന്നറിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമൊക്കെ തോന്നിയെന്ന് ക്വിൻ പറയുമ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ക്വിനിന് മാത്രം കൊടുക്കാനായിട്ടായിരുന്നു ഞാനും ടെക്സ്റ്റ് ഒക്കെ മേടിച്ചത്. പക്ഷെ ഒരാൾക്ക് തന്നെ എങ്ങനെയാണ് ടെക്സ്റ്റ് കൊടുക്കുക? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അവൾ എന്ത് വിചാരിക്കുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു ഞാനും ക്ലാസ്സിലെ എല്ലാവർക്കും സെയിം ടെക്സ്റ്റ് ഒക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും ഇപ്പോൾ ഇന്റർവ്യൂവിൽ പറയുന്നു. നീ എന്തുകൊണ്ടായിരുന്നു ഞങ്ങളെ ഫസ്റ്റ് ഡേറ്റിനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ സിയോ ചോദിക്കുമ്പോഴത്തേക്കും ഞാനെങ്ങാനും ലൂനെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുമോ എന്നൊക്കെ ഷെന്നും സംശയിക്കുന്നതായിരിക്കും. ഞാൻ ഒരിക്കലും അതിനാഗ്രഹിക്കുന്നില്ല. പിന്നെ ചെങ്ങിനെ സെലക്ട് ചെയ്യുവാനായിട്ട് പോവുകയാണെങ്കിൽ ചെങ്ങിനെ ഹാൻഡിൽ ചെയ്യുവാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഉറപ്പായിട്ട് സൂവിന് മാത്രം സാധിക്കുന്ന ഒന്നാണ്. അങ്ങനെ ഇരിക്കെ ഏറ്റവും ഒടുവിലായിട്ട് മിച്ചമുള്ളത് നീയല്ലേ. അങ്ങനെയാണ് നിന്നെ ഞാനും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡേറ്റിന് വേണ്ടി നിന്നെ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ക്വിനും അതുകൊണ്ട് ഇഷ്ടക്കേടൊന്നും ഉണ്ടാവുകയില്ലല്ലോ അല്ലേ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോഴത്തേക്കും ക്വിനും ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ അറിയിക്കുന്നു. ഇനി ക്വിനിന്റെ ഇന്റർവ്യൂ കാണിക്കുമ്പോഴത്തേക്കും എനിക്കും ജാവയുടെ അടുത്ത് യാതൊരു വിധത്തിലുള്ള ദേഷ്യവുമില്ല. എനിക്ക് അവളുടെ അടുത്ത് ഇഷ്ടം മാത്രമേ ഉള്ളൂ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ക്ലാസ് മോണിറ്റർ ആയിരുന്നു സിയു. അതുപോലെ തന്നെ അവള് ക്ലാസ് റെപ്പുമായിരുന്നു. അങ്ങനെ ഇരിക്കെ അവർ രണ്ടുപേരുമാണ് ശരിക്കും മാച്ച്. ഞാനെങ്ങാനുമായിരുന്നു സിയുവിന്റെ സ്ഥാനത്തെങ്കിൽ ഞാനും അവളെ ആയിരിക്കും സെലക്ട് ചെയ്യുക എന്നൊക്കെ ക്വിനും പറയുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.